തൃശൂർ ജില്ലയിലെ വേലൂർ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ സാംസ്കാരിക ഉത്സവമായി മാറിയിരിക്കുകയാണ് ഗ്രാമകം എന്ന പേരിൽ നടക്കുന്ന നാടകമേള. ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ഉൾപ്പെടുന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 8 വർഷമായി ഗ്രാമകം മുന്നോട്ട് പോകുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകമേളയുടെ ഭാഗമായി ഒട്ടേറെ കലാസർഗാത്മക പ്രവർത്തനങ്ങളും വേലൂരിൽ നടന്നുവരികയാണ്. നാട്ടിൻ പുറത്തുനിന്ന് നഷ്ടമാകുന്ന നന്മകളെയും കൂട്ടായ്മകളെയും തിരികെ പിടിക്കുകയാണ് ഗ്രാമകം നാടകോത്സവം. വേലൂരിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രാമകം നടക്കുന്നത് ഇത് 8ാം വർഷമാണ്. 5 ദിവസങ്ങളിലായി നടക്കുന്ന നാടകമേളയിലും സാംസ്കാരിക പരിപാടികളിലും നാടൊന്നാകെ ഒത്തുചേരും. സാഹിത്യത്തിലും കലയിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും തൽപരരായ ഒരു കൂട്ടം ആളുകളുടെ ചർച്ചകളാണ് 2016 ഗ്രാമകത്തിന് തുടക്കമിടുന്നത്. കോവിഡ് കാലം ഒഴിച്ചു നിർത്തിയാൽ വർഷങ്ങളായി മേളയെ മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘാടക സമിതിക്ക് സാധിച്ചിട്ടുണ്ട്. എത്രമാത്രം നാടിൻ്റെ പിന്തുണ എന്നുള്ളതല്ല, സമ്പൂർണ്ണമായിട്ടും നാടിൻ്റെ പിന്തുണ കൊണ്ടാണ് ഇത് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് പേര് അതിനൊന്ന് കൂട്ടിയോജിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ തലത്തിലും സംഘാടക സമിതിയുടെ രൂപീകരണം തൊട്ട് ഈ നാടകോത്സവം അവസാനിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്നവരെ ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ, അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, നാടകത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, മറ്റ് ഇതിനെ സ്നേഹിക്കുന്നവരുണ്ട്, കലാപ്രവർത്തകരുണ്ട്, നാടകപ്രവർത്തകരുണ്ട്. ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും കൂട്ടായ പിന്തുണയിലാണ് നമ്മളിത് നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ മാസം 4-ന് തുടങ്ങിയ നാടകമേളയുടെ ഉദ്ഘാടനം ചലച്ചിത്രതാരം TG രവിയാണ് നിർവഹിച്ചത്. മാടൻ മോക്ഷം, പൊറാട്ട്, ക്രസന്റ് മൂൺ, മഴച്ചിറകുകൾ തുടങ്ങിയ നാടകങ്ങളാണ് ഇതിനോടകം അരങ്ങേറിയത്. നാടകങ്ങൾക്കൊപ്പം തന്നെ ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ചു നടത്തുന്ന ചിത്രകലാ ക്യാമ്പും കുട്ടികളുടെ അഭിനയക്കളരിയും ഗ്രാമകത്തിന്റെ ഭാഗമായി നടന്നുവരുന്നു. നാടകങ്ങളെ അഭിനയ പരിശീലനം നടത്തി നാട്ടിൻപുറങ്ങളിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അവരുടെ ജീവിതാനുഭവങ്ങളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നാടകങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള നാടകങ്ങൾ ഇവിടെ കാണിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ പറ്റൂ. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു നാടകം, ഇപ്പോൾ വേലൂരിൽ തന്നെയുള്ള ആളുകളുടെ ഒരു ഗ്രാമീണ നാടകം, ഗ്രാമത്തിൽ കളിക്കുമ്പോൾ ഒരു നമ്മൾ പറയുന്ന ഒരു ഗ്രാമീണ നാടകവേദിക്ക് രൂപമുണ്ടാക്കി അത് അങ്ങോട്ട് കൈമാറ്റം ചെയ്യും. അപ്പം അതിൽ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ചെറിയൊരു വരുമാന സാധ്യത ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നാടകോത്സവം ഒരു 10 വർഷം മുമ്പ് ആലോചിക്കുന്നത്. ശരി, ജനുവരി മാസം മുതൽ ആരംഭിച്ച പ്രചാരണ പരിപാടികളും ചിട്ടയായ പ്രവർത്തനങ്ങളും ഗ്രാമകത്തിന്റെ സംഘാടനത്തിന് പിന്നിലുണ്ട്. നാട്ടുകാരുടെ വലിയ പിന്തുണയും സാമ്പത്തിക സഹായവുമാണ് ഈ ഗ്രാമീണ നാടകമേളയുടെ വിജയത്തിന് കാരണമെന്നും സംഘാടകർ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.